ഇതാണ്. അയ്യോ, ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ, ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. സ്ക്രെൽ, ഇതാണ് എൻ്റെ സൺസ്ക്രീൻ. ഒരു ഡോക്ടർ എഴുതിയതാണ്. അതിനുശേഷം ഞാൻ പിന്നെ വേറെ ഒന്നിലേക്ക് സ്വിച്ച് ചെയ്തിട്ടില്ല. കാരണം ഒരുപാട് പ്രോഡക്റ്റ്സ് ടെസ്റ്റ് ചെയ്ത് കളയാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. അപ്പോൾ പിന്നെ ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് വാങ്ങിക്കാതെ നിൽക്കുക. ഇതിന് ഏകദേശം ഞാൻ വാങ്ങിക്കുന്ന സമയം മുതൽ ഒരു 600 സംതിങ് റേറ്റ് ഉണ്ട്. അങ്ങനെയാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. സ്ക്രെലിൽ നിന്നാണ്. അതൊരു മെഡിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ ഒരു ഓൺലൈനായിട്ടൊന്നും അങ്ങനെ അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് മെയിനായിട്ടും കടയിൽ നിന്ന് തന്നെ, മെഡിക്കൽ ഷോപ്പിൽ തന്നെയാണ് കിട്ടാറുള്ളത്. ഓ, മോയ്സ്ചറൈസർ ഇടാൻ മറന്നുപോയി. സാരമില്ല, ഇത് മോയ്സ്ചറൈസിങ് ചെയ്യും. ഓക്കെ, പോട്ടെ, സാരമല്ല. നിങ്ങളപ്പോൾ ഇപ്പം എന്നോട് ചോദിക്കും എന്തേ ചെവീൻ്റെ മുകളിലും കഴുത്തിലും തേക്കാത്തേന്ന്. ഒന്ന് സമാധാനിക്ക്, ചെയ്യാലോ. മുമ്പം തന്നെ ചെയ്തിട്ട് കൊടുക്കാം. വീഡിയോൻ്റെ ലൈറ്റൊക്കെ അങ്ങോട്ട് കൂടി പോകുമോ എന്നൊരു ഭയമുണ്ട്. എൻ്റെ ബാംഗ്ലൂർ ലൈഫൊക്കെയാണ് ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ആക്കിയിട്ടാണ് ഇട്ടുകൊണ്ടിരിക്കണത്. ബാംഗ്ലൂർ ലൈഫ് എങ്ങനെയെന്നും നിന്നോട് ചോദിക്കരുതായിരുന്നു. ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ സത്യങ്ങൾ വിളിച്ച് പറയും. ഭയങ്കര ബോറാന്നേ. ഞാനായിട്ടത് പറയണമെന്ന് തോന്നില്ല. കാരണം ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും. കുറേ പേരൊക്കെ പറയുന്ന കേൾക്കുന്നുമുണ്ട്. എനിക്ക് വന്നിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 3 മാസമായിരുന്നു. ഒരു സുഖം കിട്ടുന്നില്ല. നമ്മളെ നാടും വീടും ലൈക്ക് വീട്ടിലും ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. അപ്പം വീതിച്ചു കൊടുക്കണമല്ലോ. വീട്ടിലും ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പോണില്ല. ചുമ്മാ കിടക്കും, ഫുഡ് കഴിക്കും, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ചതുണ്ട്. പക്ഷെ അതിന് വേറൊരു സുഖമുണ്ട്. എല്ലാവരും ഭയങ്കര ഇതാണ്, എന്താ പറയുക, ബാംഗ്ലൂരാന്ന് പറയുന്ന സമയം തന്നെ എല്ലാവർക്കും ബാംഗ്ലൂരാ ചിൽ പാർട്ടി, 2 ബിയറിൻ്റെ കുപ്പിയുടെ ഇമോജി, ഇതൊക്കെ വരാറുള്ള മെസ്സേജൊക്കെ. ഇപ്പോൾ എനിക്കൊരു കുട്ടി മൃഗമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പറയാറുള്ളത്. പക്ഷെ ഇതൊന്നും നല്ല എൻ്റെ റിയാലിറ്റി. അവർക്ക് അങ്ങനെയൊക്കെ ആയിരിക്കാം, നന്നായിരിക്കട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ എൻ്റെ റിയാലിറ്റി എനിക്ക് മീപ്പി ആ ഒരു തുടക്കം ആയതുകൊണ്ടായിരിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ലിപ് ബാം. ഏകദേശം ഇതിൻ്റെ ആത്മാവ് പുറത്തെത്താനായിട്ടുണ്ട്. ഓക്കെ ഓക്കെ എപ്പോൾ പറയുന്ന ഞാൻ എന്താ പറയണേ, ഒന്നും പറയാതിരിക്കല്ലേ. ഇത് കാണും ആദ്യം. പറയട്ടെ. ബാംഗ്ലൂര് എത്തിയ സമയത്ത് ഞാനിവിടെ വരുന്നത് ഏകദേശം ഒരു ജനുവരി ആ ഒരു സമയത്ത് തന്നെ വന്നു കേട്ടോ. ഞാൻ 3.5 മാസമായി. അപ്പം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം നല്ല തണുപ്പുണ്ടായിരുന്നു. അത് ആകെ എനിക്ക് ഇവിടെ ഇഷ്ടമായ ഒരു കാര്യം വെതറായിരുന്നു. ഇപ്പം അതും അബദ്ധമാണ്. അബദ്ധം വെച്ചാൽ അബദ്ധം. പിന്നെ ഉള്ളത്, ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് പെരുമാറാനൊരു നാക്കുണ്ട്. അത് നമുക്ക് എന്തായാലും വന്ന് കയറിയ പാടേന്ന് നമുക്ക് ആ നാക്കൊന്നും കിട്ടില്ല. അപ്പം അത് പഠിക്കണം. ഒരു ദിവസം ഞാനിങ്ങനെ റോഡിലൂടെ നടക്കും. ഇവിടുത്തെ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താവരക്കര ക്ഷമിക്കുക, നടക്കുമായിരുന്നു. ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള റോഡാട്ടോ അത്. സോറി, നിങ്ങൾ എന്നെ പറയൂ, സ്ഥലം പോലും അറിയില്ല, എന്നിട്ടാണ് അവരോട് കുറ്റം പറയുന്നത്. അത്രയ്ക്ക് എനിക്ക് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല. അത് തന്നെ കാര്യം. BTM ഫസ്റ്റ് സ്റ്റേജ് പ്രശ്നം തിന്നല്ലോ.
എന്നിട്ട് ഇവിടെ ഞാനിങ്ങനെ നടക്കുമായിരുന്നു, ഭയങ്കര ക്രൗഡാണ്. അപ്പം ഒരു പോക്കറ്റ് റോഡ് ഉണ്ട്. ആ പോക്കറ്റ് റോഡ് ക്രോസ് ചെയ്യുക. ആ പോക്കറ്റ് റോഡ് എന്ന് പറയാനില്ല, ചെറിയ റോഡാണ്. അപ്പം ഞാനും എൻ്റെ സിസ്റ്ററും പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് എൻ്റെ കൈക്കൂടെ വന്നിട്ട് ഒരു ഇടി. നെക്സ്റ്റ് ആയിട്ടൊരു ഓട്ടോ തട്ടിയതാണ്. കാര്യമായിട്ടൊന്നും പറ്റിയില്ല. പക്ഷെ അപ്പം തന്നെ എനിക്ക് വന്നിട്ടുള്ളൊരു അയാളുടെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ എന്താ വെച്ചാൽ, എന്നമ്മ ആർക്ക് വേദനയായി? എനിക്ക് വേദനയായി. ഞാൻ ഏതുവഴിയായിരുന്നു നടന്ന? നടു കൂട്ടുമ്പോൾ കൂടിയായിരുന്നു? അല്ല, സൈഡിൽ കൂടെ നടക്കുമായിരുന്നു. ഇവിടെ നോക്കിയെന്ന് വെച്ചാൽ നമ്മളെ നോക്കി നടക്കണം, ഇല്ലേ നമ്മളെ നെഞ്ചത്തോട്ടേക്ക് കയറുമല്ല. ഒന്നാമത് എനിക്ക് അത്ര ക്രൗഡഡോ അങ്ങനെയുള്ളൊരു സ്പേസ് ഇതൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ കുറേ കാര്യങ്ങൾ. റോഡിലൂടെ നടന്നു പോന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ ക്ലീൻ ചെയ്യാം റോഡ്, നല്ല കാര്യമല്ലേ. പക്ഷെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അപ്പുറത്തുള്ള ആൾക്കാർ വരുന്നുണ്ടോ എന്നുള്ളതൊന്നും ഇവർ നോക്കൂല. അടിച്ച് നമ്മളെ മൂക്കിലേക്ക് കയറ്റിത്തരുള്ള അവിടെയുള്ള പൊടി മൊത്തം. പിന്നെന്താ, എനിക്ക് 1-2 വട്ടം മറ്റേ ഇവര് റോഡ് നനയ്ക്കുന്ന ചിലപ്പോൾ പൊടിയതാവാനൊക്കെ ആയിരിക്കും. പക്ഷെ റോഡ് നനയ്ക്കുമ്പം വീട്ടിൻ്റെ ഉമ്മർത്തുനിന്ന് റോഡിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ റോഡിലൂടെ ആൾക്കാർ പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണ്ടേ? അതൊന്നും നോക്കുന്നത് പരിപാടി ഞങ്ങൾക്കല്ല. ഒരു ദിവസം എനിക്ക് എൻ്റെ മേൽ ഫുള്ള് വെള്ളം നിറഞ്ഞു കിട്ടി. കാരണം അപ്പുറത്തുനിന്ന് ഒരാൾ എൻ്റെ മേലിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചു, റോഡിലേക്ക് ഒഴിച്ചത് അതെനിക്ക് ഉണ്ട്. അങ്ങനെ സൂപ്പറാ. നോക്കാം, എനിക്ക് എന്തായാലും ഇവിടെ നിന്നേ പറ്റും. അത് വേറെ കഥ. പോയി അല്ല, ഞാൻ കണ്ണ് വരയ്ക്കുന്നില്ല. ഞാൻ വർത്തമാനം പറഞ്ഞ കണ്ണ് വരച്ചു കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം, അത് വൈകുന്നേരം വന്നാൽ കഴുകിക്കളയാം. ഓഫീസിൽ പോയിട്ട് എനിക്കിന്ന് വലിയ മൂടൊന്നും ഇല്ല ചെയ്യാൻ. അപ്പം പിന്നെന്തിനാ ചെയ്യണം? ഒരു പൊട്ട് വയ്ക്കാം. പൊട്ട് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എനിക്കിവിടെ ഒരു മോളുണ്ട്, പക്ഷെ നമ്മളെ മൈൻഡ് ചെയ്യില്ല. എനിക്ക് മുടി അയച്ചിടാൻ തോന്നില്ല. പിന്നെ ഇതെൻ്റെ ഒരു വാച്ചാണ്. ഈ വാച്ച് ഒരു 3-4 കൊല്ലമായി. വാൻ ഹ്യൂസൻ്റെ ഒരു വാച്ചാണ്. ഇതെനിക്ക് എൻ്റെ അച്ഛൻ വാങ്ങിച്ചത്. അന്നത് വാങ്ങിച്ചു തരുന്ന സമയത്ത് എന്നോട് രണ്ട് ഭീഷണിയും കൂടി തന്നിട്ടാണ് എനിക്ക് വാങ്ങിച്ചത്. വാങ്ങുന്നതൊക്കെ ഓക്കെ, ഇത്രേ ഉള്ളൂ.